നമ്മൾ ലാസ്റ്റ് വീഡിയോയിലെ അക്കൗണ്ടിംഗ് റേഷ്യോയിലെ ലിക്വിഡിറ്റി റേഷ്യോസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ വീഡിയോയിലൂടെ നമുക്ക് അക്കൗണ്ടിംഗ് റേഷ്യോയിലെ ലിവറേജ് റേഷ്യോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ലിവറേജ് റേഷ്യോസിനെ നമുക്ക് സോൾവൻസി റേഷ്യോസ് എന്ന് പറയാം. സോൾവൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എബിലിറ്റി ഓഫ് എ ഫേം ടു പേ ഇറ്റ്സ് ഔട്ട്സൈഡ് ലാബിലിറ്റീസ്. ദാറ്റ് മീൻസ് ഒരു ഫേമിന് അതിൻ്റെ ഔട്ട്സൈഡ് ലാബിലിറ്റീസ് പേ ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ സോൾവൻസി എന്ന് പറയുന്നത്. സോൾവൻസി രണ്ട് തരത്തിലാവാം. ദാറ്റ് മീൻസ് ഷോർട്ട് ടേം സോൾവൻസി ആൻഡ് ലോങ് ടേം സോൾവൻസി. ഷോർട്ട് ടേം സോൾവൻസി മീൻസ് ലിക്വിഡിറ്റി. ദെൻ സാധാരണഗതിയിൽ സോൾവൻസിയെ ലോങ് ടേം സോൾവൻസി എന്നാണ് പറയാറുള്ളത്. ദാറ്റ് മീൻസ് ലോങ് ടേം ലിക്വിഡിറ്റി. So solvency, that means long-term solvency or leverage ratios are used to analyze the long-term financial position of a firm. That means ഒരു ബിസിനസ്സിൻ്റെ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലോങ് ടേം സോൾവൻസി അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സോൾവൻസി റേഷ്യോസ് എന്താണെന്ന് മനസ്സിലാക്കി. നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് സോൾവൻസി റേഷ്യോസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മെയിനായിട്ട് നമുക്ക് 2 ടൈപ്സ് ഓഫ് സോൾവൻസി റേഷ്യോസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ സ്ട്രക്ചറൽ റേഷ്യോസ് ആൻഡ് സെക്കൻഡ് വൺ കവറേജ് റേഷ്യോസ്. ആദ്യം നമുക്ക് സ്ട്രക്ചറൽ റേഷ്യോസിനെ കുറിച്ച് നോക്കാം. ബാലൻസ് ഷീറ്റ് ഐറ്റംസിൽ നിന്നാണ് നമ്മൾ സ്ട്രക്ചറൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറൽ റേഷ്യോസ് ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ടോട്ടൽ അസറ്റ്സ് ടു ഡെപ്റ്റ് റേഷ്യോ, ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. നമുക്കാദ്യം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണെന്ന് നോക്കാം. എ ഫേം യൂസസ് ബോത്ത് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഫോർ ഫിനാൻസിങ് ഇറ്റ്സ് അസറ്റ്സ്. The ratio of these two sources of funds is termed as debt equity ratio. That means ഒരു ഫേം അതിൻ്റെ അസറ്റ്സ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വിറ്റി ഫണ്ടും, ദാറ്റ് മീൻസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ദെൻ ഡെപ്റ്റ് ദാറ്റ് മീൻസ് ബോറോഡ് ഫണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെയും റേഷ്യോസിനെയാണ് നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഫോംസ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. മെയിൻലി 2 ഫോംസ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണുള്ളത്. ഫസ്റ്റ് വൺ ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ and second one total debt equity ratio. So long term debt equity ratio means it expresses the relationship between long term debt and equity. That means equityയും അതുപോലെ long term ഡെപ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണിക്കുന്നത്. സോ ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി. ഹിയർ ലോങ് ടേം ഡെപ്റ്റ് മീൻസ് ഡിബഞ്ചേഴ്സ് പ്ലസ് mortgages plus all long-term loans. Then equity means shareholders fund ആണ്. That means equity capital plus preference capital plus all reserves and surplus. Next second form total debt equity ratio. That means it expresses the relationship between total debt and equity. അതായത് ടോട്ടൽ ഡെപ്റ്റും അതുപോലെ ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണിക്കുന്നത്. സോ ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈക്വൽ ടു ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി. ഹിയർ ടോട്ടൽ ഡെപ്റ്റ് മീൻസ് ലോങ് ടേം ഡെപ്റ്റ് പ്ലസ് കറൻറ്റ് ലാബിലിറ്റീസ്. നെക്സ്റ്റ് നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. For example, from the following information relating to Cochin Trading Limited calculated debt equity ratio. 20,000 equity shares of rupees 10 each fully paid 2 lakh. Then 10,000 preference shares of rupees 10 each fully paid 1 lakh. Then general reserve 90,000. Then profit and loss account 60,000. Then 15% debentures 1,50,000. Then preliminary expenses 20,000. So debt equity ratio കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈക്വൽ ടു ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. സോ ലോങ് ടേം ഡെപ്റ്റ് മീൻസ് ഡിബഞ്ചേഴ്സ് പ്ലസ് മോർട്ടഗേജസ് പ്ലസ് ആൻഡ് ഓൾ അതർ ലോങ് ടേം ഡെപ്റ്റ് ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ലോങ് ടേം ഡെപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ്
ഇക്വിറ്റി ഷെയർസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലാണ്, പ്രിഫറൻസ് ഷെയർസും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലാണ്, ജനറൽ റിസർവും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലേക്കാണ് പോവുക. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലേക്കാണ്. സോ ഡിബഞ്ചേഴ്സ് ആണ് ലോങ് ടേം ഡെപ്റ്റ്. സോ 15% ഡിബഞ്ചേഴ്സ് 1,50,000. സോ ലോങ് ടേം ഡെപ്റ്റ് 1,50,000 ആണ്. ദെൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലേക്ക് വരുന്ന ഐറ്റംസ് ആണ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഫുള്ളി പെയ്ഡ്, ദാറ്റ് മീൻസ് 2 lakh. ദെൻ പ്രിഫറൻസ് ഷെയർസ്, that means 10,000 preference shares of ₹10 each fully paid, 1 lakh. Then general reserve 90,000. Then profit and loss account 60,000. Then ഒരു ഐറ്റം വരുന്നുണ്ട് പ്രിലിമിനറി എക്സ്പെൻസ്. പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ ലെസ് ചെയ്യണം, കാരണം പ്രിലിമിനറി എക്സ്പെൻസ് പ്രോഫിറ്റിൽ നിന്ന് പോവേണ്ട ഒരു ഐറ്റമാണ്. സോ ലെസ് പ്രിലിമിനറി എക്സ്പെൻസസ്, ദാറ്റ് മീൻസ് 20,000. അങ്ങനെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 4,50,000. ദാറ്റ് മീൻസ് 2 lakh പ്ലസ് 1 lakh പ്ലസ് 90,000 പ്ലസ് 60,000. ദാറ്റ് മീൻസ് 4,50,000 മൈനസ് പ്രിലിമിനറി എക്സ്പെൻസ് 20,000. ദാറ്റ് മീൻസ് 4,30,000 ആണ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടുക. സോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈക്വൽ ടു ലോങ് ടേം ഡെപ്റ്റ്, ദാറ്റ് മീൻസ് 1,50,000 ഡിവൈഡഡ് ബൈ shareholders fund, that means 4,30,000. So 1,50,000 divided by 4,30,000, 0.35. So debt equity ratio equal to 0.35:1. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ നോക്കാം. ദാറ്റ് മീൻസ് ദ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫോർ എവരി വൺ ഓഫ് ഇക്വിറ്റി there is a debt worth 35 paise only. The debt equity ratio is below the standard, hence the company is not financially sound. That means 1 rupee of ഇക്വിറ്റിക്ക് 35 പൈസയുടെ ഡെപ്റ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോനേക്കാളും കുറവാണ് ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. സോ കമ്പനി ഫിനാൻഷ്യലി ഓക്കെ അല്ല എന്നാണ് ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.